ഹായ്, ഇന്നത്തെ റെസിപ്പി ഇഫ്താറിൻ്റെ സമയത്തും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ളൊരു പോളാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പോളാണിത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം ഇതിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കട്ടോ. ഇതിപ്പം 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് പീസാണ്. ഇതിലേക്ക് കുറച്ചൊരു മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്ത് വെച്ചതാണ്. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കട്ടോ. ഇത്രയും മതി. നിന്ന് കോരി മാറ്റുന്നുണ്ട്. ഇനി സെയിം പാനിലേക്ക് തന്നെ ഒരു 3 മീഡിയം സൈസ് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കട്ടെ. സവാള ഒന്ന് വഴന്ന് വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ് ഇട്ടത്. ഇതിലേക്ക് കുറച്ചൊരു പൊടികൾ ചേർത്ത് കൊടുക്കട്ടെ. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് കറക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചൊരു മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്കുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കട്ടെ. 4 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 പീസ് ബ്രെഡാണ്. ഇതിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ ഇത്. ഈ സോസ് പാനിലേക്ക് കുറച്ചൊരു നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ബാറ്ററിൻ്റെ പകുതി ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണേ. ഇതിൻ്റെ മേലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ബാക്കി വന്ന ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടിച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകൾ വശം ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കാനുണ്ട് കേട്ടോ. ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് ഇങ്ങനെ പാനിൽ വെച്ച് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പോളാണ്. ഇത് ബ്രെഡ് വെച്ചത് കൊണ്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.